നേപ്പാളിൽ ഒരു തുള്ളി മഴ പോലും പെയ്യാതെ പെട്ടെന്നുണ്ടായ മിന്നൽ പ്രളയം ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞതാണ്. നിമിഷങ്ങൾക്കകം ഗ്രാമങ്ങളും റോഡുകളും പാലങ്ങളും ജലവൈദ്യുത പദ്ധതികളും ഒഴുകിപ്പോയി. ഇപ്പോൾ ഈ ദുരന്തത്തിന് പിന്നാലെ ഉയരുന്ന മറ്റൊരു വലിയ ചോദ്യം ഇതാണ്: ഭൂകമ്പ സാധ്യതയുള്ള ഹിമാലയൻ മേഖലയിൽ ചൈന നിർമ്മിക്കുന്ന ഒരു കൂറ്റൻ അണക്കെട്ട് ഒരു ദിവസം ഇന്ത്യക്കും നേപ്പാളിനും ബംഗ്ലാദേശിനും ഇത് ഭീഷണിയായി മാറുമോ? നേപ്പാളിലെ റസുവ ജില്ലയിലാണ് ഭോട്ടെകോഷി, ത്രിശൂലി നദികളിൽ പെട്ടെന്നുണ്ടായ ജലപ്രവാഹം. അത് ചൈനയുമായുള്ള നേപ്പാളിന്റെ പ്രധാന വ്യാപാര പാതയായിട്ടുള്ള റസുവഗഡി അതിർത്തി കേന്ദ്രം ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാക്കി. റസുവഗഡി, ചിലിമെ, ത്രിശൂലി 3A ഉൾപ്പെടെയുള്ള നിരവധി ജലവൈദ്യുത പദ്ധതികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ പ്രവർത്തനം താറുമാറാവുകയോ നിർത്തിവെക്കുകയോ ചെയ്തുവെന്നാണ് മനസ്സിലാക്കാനായി ഇപ്പോൾ കഴിയുന്നത്. ഇതോടെയാണ് ചൈനയുടെ ഈ മെഗാ ഡാം പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും ശക്തമായിരിക്കുന്നത്. തന്ത്രപ്രധാന വിഷയങ്ങളിലെ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ബ്രഹ്മചല്ലാനി ഈ അണക്കെട്ടിനെ വിശേഷിപ്പിക്കുന്നത് ഒരു വാട്ടർ ബോംബ് എന്നാണ്. മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹിമാലയം ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നാണ്. ഇവിടെ ഉണ്ടാകുന്ന ശക്തമായ ഭൂചലനം വലിയ അണക്കെട്ടുകൾക്ക് ഗുരുതരമായ ഭീഷണിയാകുമെന്നാണ് വിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ചൈന നിർമ്മിക്കുന്ന ഈ കൂറ്റൻ അണക്കെട്ടിൽ വലിയൊരു അപകടമുണ്ടായാൽ കോടിക്കണക്കിന് ഘനമീറ്റർ വെള്ളം താഴേക്കുള്ള പ്രദേശങ്ങളിലേക്ക് കുത്തിയൊലിക്കാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ആശങ്കയ്ക്ക് കാരണം. അണക്കെട്ട് തകരുകയോ ശക്തമായ ഭൂചലനത്തിൽ അപകടമുണ്ടാവുകയോ ചെയ്താൽ ആദ്യം ബാധിക്കുന്നത് ടിബറ്റിന് താഴെയുള്ള പ്രദേശങ്ങളെ. തുടർന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും ബംഗ്ലാദേശിലേക്കും ഇതിന്റെ ദുരന്തമെത്താൻ സാധ്യതയുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയം ഹിമാനി തകർച്ചയെയും മണ്ണിടിച്ചിലിനെയും തുടർന്നായിരിക്കാമെന്നുള്ള ചില അഭ്യൂഹങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വൻതോതിൽ മഞ്ഞും പാറയും ചെളിയും വെള്ളവും നദിയിലേക്ക് ഒഴുകിയെത്തിയതോടെ നിമിഷങ്ങൾക്കകം അത് വലിയൊരു ദുരന്തമായി മാറി. റസുവ, ധാഡിങ് ജില്ലകളിലാണ് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മരണസംഖ്യ കുത്തനെ ഉയരുന്നതിനൊപ്പം നിരവധി പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന മറ്റൊന്ന്. നേപ്പാളിലെ ദുരന്തം ഒരു മുന്നറിയിപ്പാണോ? ഹിമാലയം പോലൊരു ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിലെ മെഗാ പദ്ധതികൾ മനുഷ്യരാശിക്ക് പുതിയൊരു ദുരന്തത്തിന്റെ വാതിൽ തുറക്കുമോ? ചൈനയുടെ മെഗാ ഡാം ഇപ്പോൾ ഒരു വികസന പദ്ധതി എന്നതിലുപരി ദക്ഷിണേഷ്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയായി തന്നെ മാറിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.